അങ്ങനെ വോട്ട് വഴി നമ്മുടെ വയനാട് മണ്ഡലത്തിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി വിനേഷ്. മുൻ മന്ത്രി പി.കെ. ജയലക്ഷ്മിയുമായി സംസാരിച്ചു. അതിന്റെ ഭാഗങ്ങൾ കാണാം. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ദേശീയ ശ്രദ്ധയിൽ വന്ന മണ്ഡലമാണ് വയനാട്. വയനാട്ടിലെ പ്രചാരണങ്ങൾക്ക് ഒക്കെ മുൻനിരയിലുള്ള ഒരു നേതാവ് നമ്മോടൊപ്പം അതിഥിയായി ഉണ്ട്. മുൻ മന്ത്രിയായ പി.കെ. ജയലക്ഷ്മി, സ്വാഗതം. രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക? രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ UDF പ്രവർത്തകരും പൊതുസമൂഹം ഒന്നടങ്കം ആവേശത്തോടു കൂടിയാണ് വരവേറ്റിരിക്കുന്നത്. അത് ദേശീയ തലത്തിൽ തന്നെ അത് വലിയ ഒരു ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഒരു നല്ല ചലനം കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, എല്ലാ മണ്ഡലങ്ങളിലും. ഇനി നമുക്ക് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഉയർന്നു വന്ന വിവാദങ്ങളെക്കുറിച്ച്. BJP ആണ് മുഖ്യ ശത്രു എങ്കിൽ ഇവിടെ വന്ന് മത്സരിക്കേണ്ട കാര്യമില്ല, ഇവിടെ ഇടതുപക്ഷത്തോടാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷമാണ് എതിരാളികൾ എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശത്രു BJP തന്നെയാണ്. ഭാവി പ്രധാനമന്ത്രിയാകുന്ന രാഹുൽ ഗാന്ധി തന്നെ ഇവിടെ വന്ന് മത്സരിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഇവിടുത്തെ പൊതുജനങ്ങളുടെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ദക്ഷിണേന്ത്യ മുഴുവനും ഒരു പ്രതിഫലനം സൃഷ്ടിക്കാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ രാഹുൽ ഗാന്ധിക്ക് കഴിയും. പ്രത്യേകിച്ചും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തെ കൈപിടിച്ചുയർത്താൻ, ഒരു സമഗ്ര പുരോഗതിക്ക്, ഒരു സമഗ്ര വികസനത്തിന് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇവിടെ നല്ല പ്രതീക്ഷ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ട്. പ്രിയങ്ക ഈ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇടപെട്ടുന്ന വലിയ രീതിയിലൊരു കടന്നുവരവ് ഉണ്ടാകുന്നു. പ്രിയങ്കയുടെ വരവ് എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? പ്രിയങ്ക ഗാന്ധിയുടെ വരവ് നമ്മൾ വളരെ ആവേശത്തോടു കൂടിയാണ് പൊതുസമൂഹം ഒന്നടക്കെ കാണുന്നത്. ഒരു വലിയ ചലനം ദേശീയ തലത്തിലടക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം 20-ാം തീയതി ഇവിടെ മാനന്തവാടിയിൽ വരികയാണ് പ്രിയങ്ക ഗാന്ധി. കോൺഗ്രസിനെതിരെ ഉയർന്നു വരുന്ന ഒരു ആരോപണം കൂടിയാണ് ഈ കർഷകരുടെ വിഷയത്തിൽ അവരുടെ പ്രശ്നങ്ങളിൽ കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. ഈ മഹാരാഷ്ട്രയിലെ കർഷക റാലി, അങ്ങനത്തെ റാലികളിലൊക്കെ ഇടതുപക്ഷമാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്നത്, ഇടതുപക്ഷമാണ് അതിന് മുന്നിൽ നിൽക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ആരോപണം. ഒരു കാര്യം ഞാൻ പറയാം, കർഷകർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെൻറ്റുകളാണ്. നിങ്ങൾ 1ാം UPA ഗവൺമെൻറ്റിനെ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അന്ന് കർഷകർക്ക് വേണ്ടിയിട്ട് കർഷകർ കടം എടുത്ത് വായ്പ തിരിച്ചടയ്ക്കാനാവാതെ ഒരുപാട് പ്രയാസങ്ങൾ, ഓരോ ദിവസം എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രയാസം ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. അന്നേരമൊക്കെ അതിന് താങ്ങും തണലുമായി പ്രവർത്തിച്ചത് UPA ഗവൺമെൻറ്റാണ്. അതായത് ബഹുമാന്യായ മൻമോഹൻ സിംഗും സോണിയാഗാന്ധി നേതൃത്വം കൊടുത്തിരുന്ന UPA ഗവൺമെൻറ്റാണ് ഈ കാര്യത്തിൽ കർഷകർക്കായിട്ട് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പാക്കേജ് പോലെ 72,000 കോടി രൂപ ഈ രാജ്യത്തെ കർഷകരുടെ കടം എഴുതി തള്ളി കർഷകർക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ചത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പോലെ പദ്ധതി, വിപ്ലവകരമായ പദ്ധതി ഈ രാജ്യത്തിന് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ഒരു ഗവൺമെൻറ്റായിരുന്നു. 3 വർഷമായി പിണറായി വിജയൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ് സംസ്ഥാനം ഭരിക്കുകയാണ്. രാജ്യത്തുമുണ്ട് കർഷകാത്മഹത്യ, നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ മാസം നമ്മുടെ ഈ മാനന്തവാടി മണ്ഡലത്തിലെ തിരുനെല്ലിയിലെ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്ത സാഹചര്യമുണ്ട്. അപ്പോൾ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ പദ്ധതി സംസ്ഥാന ഗവൺമെൻറ്റിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. മൊറട്ടോറിയം യഥാസമയത്ത് അവർക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. മൊറട്ടോറിയം കൊണ്ട് കർഷകർക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുക? കർഷകരുടെ കടം ഇരട്ടിയാവുന്നതല്ലാണ്ട് കർഷകർക്ക് വേണ്ടി അതൊന്നും ആശ്വാസമാകുന്നൊരു പദ്ധതിയല്ല മൊറട്ടോറിയം. അത് കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് ഞങ്ങൾ. അവസാനമായിട്ട് ഒരു ചോദ്യം, ഈ രാഹുൽ ഇവിടുന്ന് ജയിച്ചു കഴിഞ്ഞാൽ വയനാട് നിലനിർത്തും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒപ്പം സിമ്പിളായിട്ട് കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ എത്ര സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്? കേരളത്തിലെ 20 മണ്ഡലങ്ങളും UDFന് ലഭിക്കും, അതിലൊരു യാതൊരു തർക്കവുമില്ല. മുൻമന്ത്രി പി.കെ. ജയലക്ഷ്മിയാണ് നമ്മോട് തിരഞ്ഞെടുപ്പിൻ്റെ പ്രതീക്ഷകളും കാര്യങ്ങളും പങ്കുവച്ചത്.